ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2026 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുറൂസുൽ ഇസ്ലാം 1. എന്താണ് ആദ്യം വന്ന ചോദ്യം? എന്താണ്? ഹദീസിനോടുള്ള ബഹുമാനം കാരണം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത്, മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. 3, സൽക്കർമ്മങ്ങളെ നശിപ്പിക്കുന്ന കാര്യം. സൽക്കർമ്മങ്ങളെ നശിപ്പിക്കുന്ന റിദ്ദത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിദ്ദ മതഭ്രംശം എന്നതാണ് അവിടെ ശരി. 4, മരണപ്പെട്ട ഉസ്താദിന് വേണ്ടി എല്ലാ നിസ്കാര ശേഷം ദുആ ചെയ്തിരുന്നു. ആരായിരുന്നു? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം 1000 മടങ്ങ്. 1000 മടങ്ങ് എന്നതാണ്. അടുത്തത്, അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. ആർക്ക്? ഔലിയാക്കൾക്ക്. ചേരുംപടി ചേർക്കാനാണ്. പിന്നെ ഖുർആൻ പാരായണം കേട്ട് മാനസാന്തരമുണ്ടായി. ആർക്കായിരുന്നു? ഫുളൈൽ ഇബ്നു ഇയാദ്. ഓപ്ഷൻ ഡി. അടുത്തത്, അക്കീദയുടെ ഇമാമുകളിൽ ഒരാൾ. അക്കീദയുടെ ഇമാമുകളിൽ ഒരാളാണ് അബൂ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഇ. 3, മാതാവിനെ വെറുപ്പിച്ചതിനാൽ പരീക്ഷണം നേരിട്ടു. ആർക്കായിരുന്നു? ജുറൈസ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ. അടുത്തതാ, ദീർഘകാലം മദീനയിൽ ദർസ് നടത്തി. ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി. മുർത്തദ്ദായി മരണപ്പെട്ടു. ആര്? ഇബ്നു ശക്ക. ഓപ്ഷൻ സി. ഇനി വിട്ടഭാഗം പൂരിപ്പിക്കാൻ. നദ്ഹബു ഇല ഡാഷ്. ഞങ്ങൾ ലാബിലേക്ക് പോകും. എന്തായിരുന്നു? നദ്ഹബു ഇല മുഖ്തബർ. നദ്ഹബു ഇലൽ മുഖ്തബർ എന്നത് നമ്മളവിടെ എഴുതി കൊടുക്കണം. അടുത്തതാ, സ്ത്രീ പുറത്തിറങ്ങിയാൽ പിശാജ് അവളെ എത്തി നോക്കും. പിശാജ് എന്ന് എഴുതുക. വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇസ്ലാം എന്ന് എഴുതണം. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ശുദ്ധമാക്കണം. എന്ത്? മനസ്സ് ശുദ്ധമാക്കണം. പാപങ്ങൾ പൊറുക്കുന്നതിന് ആവശ്യമാണ്. എന്ത്? തൗബ ആവശ്യമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡാഷിലാണ് ജനിച്ചത്. എവിടെയാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൂഫയിലാണ് ജനിച്ചത്. അടുത്ത, ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ത് പേരിലാണ് പ്രസിദ്ധനായത്? ഔസുല്ലാല്ലാം എന്ന പേരിലാണ് പ്രസിദ്ധനായത്. അടുത്ത, രണ്ടാമത്തത്, ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ആർക്കാണ്? പണ്ഡിതന് വേണ്ടിയിട്ട് ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. പണ്ഡിതന് വേണ്ടി. അടുത്തതാ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നടത്തിയ വിഭാഗം ആരായിരുന്നു? ഖവാരിജുകളാണ് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നടത്തിയത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് സാബിത്ത് എന്നായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് സാബിത്ത്. വിശ്രമം എന്നതിൻ്റെ അറബി പദം ഇഷ്തിറാഹ എന്നാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. ഓരോ മനുഷ്യൻ്റെയും കടമയാണെന്ത്? അല്ലാഹു തആലയുടെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കൽ ഓരോ മനുഷ്യരുടെയും കടമയാണ്. അടുത്തത്, അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോടാണ്? എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചവരോട്. അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത കാണിച്ചവരോട് അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത്, സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ കൂടെ വേണം. ആരാണ്? ഭർത്താവോ മഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. അടുത്തത്, ഹനഫി മദ്ഹബിൽ കൂടുതൽ അനുയായികളുള്ള 4 രാജ്യങ്ങൾ എഴുതണം. മധ്യേഷ്യ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി. അതിന്ന് ഇഷ്ടമുള്ള 4 എഴുതാം. അടുത്തത്, വാക്കുകൊണ്ടുണ്ടാകുന്ന റിദ്ദത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. വാക്കുകൊണ്ട്: ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക, അള്ളാഹുവിൻ്റെ നാമങ്ങളോ ആജ്ഞകളോ പരിഹസിക്കുക, നിസ്കാരം നോമ്പ് കൊണ്ടോ ഫലമില്ലെന്ന് പറയുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ള 2 എഴുതാം. അടുത്തത്,
എങ്ങനെ ഇൽമ് പഠിക്കുന്നവർക്കാണ് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവർ, പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവർക്കാണ് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തത് മണ്ണ് കൊണ്ടുള്ള വീട് അറബിയിൽ എഴുതണം. അവിടെ നമ്മൾ പാഠഭാഗത്തിൽ അറബി ചാപ്റ്ററിൽ മണ്ണിനാലുള്ള മഠം എന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വീടാണ്. അപ്പോൾ വീട് എന്നത് നമുക്കറിയാം, ബൈത്ത് തീനി എന്ന് എഴുതിയാൽ മതി. തീന് മണ്ണ് കൊണ്ടുള്ള വീട്, ബൈത്തു തീനി. അപ്പോൾ അവിടെ അത് എഴുതിയാൽ മതി. ഇനിയാ രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതണം. ഇവിടെ ഇൽമിൻ്റെ മഹത്വം, ഔലിയാക്കളെ കുറിച്ചിട്ടും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാം. പിന്നെ തൗബയുടെ ഷർത്തുകളും മതഭ്രംശും രിദ്ദത്തിനെ കുറിച്ചിട്ടും. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും എഴുതാനാണ് വന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റിവിഷനിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത തജ്വീദിൻ്റെ ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.